വിവിക്ക് കൃത്യമായിട്ട് ജാസ്മിനോട് ഒരു ഉണ്ടായിരുന്നു. അത് അങ്ങനെ തന്നെ പച്ചക്ക് ഞാൻ പറയും. കാരണം ആരും എന്റെ കൂടെ ക്ലോസ് ആവുന്ന അല്ലെങ്കിൽ എന്റെ കൂടെ സ്നേഹിക്കുന്ന കാണുമ്പം ഇതില് ഒരു പ്രശ്നം ഉണ്ടായിരുന്ന ഒരാളെന്ന് പറയുന്നത് ആര് പറയുമ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത് വിവി എന്ന് പറഞ്ഞൊരു വ്യക്തിയായിരുന്നു. കാരണം വിവി വന്നിട്ട് അതുകൊണ്ട് ഇവൻ എന്തോ ഉദ്ദേശിക്കുന്നത് കാര്യം എന്ന് പറഞ്ഞാൽ ഇവന്റെ കൂടെ നിൽക്കുന്ന ആളുകളാണ് ഇതെല്ലാം, ഞാൻ ഉൾപ്പെടെ. ഞാനിപ്പോൾ കഴിഞ്ഞ ആഴ്ച വരെ ഇവനായിട്ട് കോൺടാക്ട് ചെയ്തിട്ടുണ്ട്. വോയിസ് ക്ലിപ്പ് ഉണ്ട്, എക്സ്ക്ലൂസീവാ, അങ്ങനെ അപ്ലോഡ് ചെയ്തല്ലോ. എടാ നാണം ഉണ്ടാ നിനക്ക് വിവി, എന്റെ പൊന്നോ. കൂടെ നിൽക്കണ കോത്തിലടിച്ച് കയറുന്ന സ്വഭാവമാണ് നിന്റെ. അതേപോലെ തന്നെ നമ്മുടെ അഫ്സലിനെയൊക്കെ എരികേറ്റി വീഡിയോസ് ഇട്ടത് ഇവനാണെന്ന് പറയുന്നുണ്ട്. നമ്മുടെ ജാസ്മിന്റെ കേസിൽ ജാസ്മിനെ അവൻ ഇടയ്ക്ക് റൂട്ട് വിടാൻ നോക്കി, പക്ഷെ അത് നടന്നില്ല. അതുകൊണ്ട് നേരെ അവൻ എന്ത് ചെയ്തു, ജാസ്മിൻ പിയർ വിട്ടിട്ട് നേരെ ജാസ്മിന് തിരിഞ്ഞവൻ, ഉളുപ്പില്ലാത്തവൻ. എടാ എന്താടാ ഇത്രയും തരം താഴ്ന്ന ഒരാളെ ആരും തന്നെ കണ്ടിട്ടില്ല. റോബിന്റെ കൂടെ താങ്ങി പിടിച്ച് നടന്നായിരുന്നു, പിന്നെ പുള്ളി ചവിട്ടി പുറത്തിറക്കിയപ്പോ പുള്ളിക്ക് നേരെ എതിരായി. ഇവനെ താങ്ങിയ ആൾക്കാർ കൂടെ നിൽക്കണം, ഇല്ലാന്നുണ്ടെങ്കിൽ ഇവൻ അവർക്ക് വോയിസ് ക്ലിപ്പ് ഇറക്കും, കൂടെ നിന്നിട്ട് അടിക്കണ പരിപാടി. നമ്മുടെ സീക്രട്ട് ഏജന്റ് റൂബിൻ, അങ്ങനെ എല്ലാവരും എക്സ്ക്ലൂസീവ് വോയിസ് ഇവന്റെ കയ്യിലുണ്ട്. എടാ നാണമുണ്ട് നിനക്ക്. ഇപ്പൊ നേരെ തിരിഞ്ഞേക്ക് എല്ലാവരും. നിങ്ങളിപ്പോ യൂട്യൂബ് എടുത്ത് നോക്കി കഴിഞ്ഞാൽ പല ആൾക്കാര് നമ്മളിതുവരെ കണ്ടിട്ടില്ലാത്ത യൂട്യൂബേഴ്സ് വരെ ഇവനെതിരെ വീഡിയോസ് ഇടാണ്. അത്രയ്ക്കും നല്ലൊരു കയ്യിലിരിപ്പാണോടാ മോനെ നിന്റെ. സമ്മതിക്കണം, നമ്മള് തെറ്റ് കണ്ടെങ്കിൽ റിയാക്ട് ചെയ്യും, പക്ഷെ ഇതേപോലെ കൂടെ നിർത്തിയിട്ട് അടിച്ചു കൊടുക്കുന്ന പരിപാടി ആരും ചെയ്യാറില്ല നിന്നെ പോലെ.